നല്ല മനുഷ്യൻ ഹൃദയത്തിലെ നല്ല നിക്ഷേപങ്ങളിൽ നിന്ന് നന്മകൾ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ഹൃദയത്തിലെ ചീത്ത നിക്ഷേപങ്ങളിൽ നിന്ന് ദുഷ്ടതകൾ പുറപ്പെടുവിക്കുന്നു. എന്തെന്നാൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത്. സംഭാഷണങ്ങൾ മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തുവാനും ദൈവിക മൂല്യങ്ങൾക്കനുസരിച്ച് ദൈവിക മഹത്വം ഉയർത്തുവാനും സഹായിക്കുന്നു. അതുകൊണ്ട് സമഗ്രമായ രൂപാന്തരം സംഭവിച്ച ഹൃദയത്തിലൂടെ ബഹിർഗമിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ നാവിലൂടെ പുറത്തു വരേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന മാലിന്യം മറ്റുള്ളവരെയും മലിനപ്പെടുത്തുന്നു. എന്നാൽ അവസരോചിതമായ നല്ല വാക്കുകൾ മാരക രോഗങ്ങളെപ്പോലും സൗഖ്യമാക്കുവാൻ കഴിവുള്ളതാണ്. ഹൃദ്യമായ വാക്കുകൾക്ക് എത്ര ക്രൂര മനസ്സിനെയും കീഴ്പ്പെടുത്തുവാനും മോശമായ വാക്കുകൾ വ്യക്തിബന്ധങ്ങളെ തകർക്കുകയും സാമൂഹ്യ ജീവിതം ദുഷ്കരമാക്കുകയും ചെയ്യും. പലപ്പോഴും ആലോചനയില്ലാതെ പറയുന്ന നമ്മുടെ വാക്കുകൾ മുഖാന്തരം വരുത്തുന്ന അപകടങ്ങൾ എത്രയോ ഭയാനകമാണ്. അത് മറ്റുള്ളവരെ ആഴത്തിൽ മുറിവേൽപ്പിക്കാറില്ലേ? നല്ല വാക്കുകൾ സുഗന്ധം പരത്തുന്നവയാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള നന്മയെ, ദൈവാത്മാവിനെയാണ് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമായിരിക്കട്ടെ. ഈ പരിശുദ്ധ നോമ്പിലൂടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവിനെ നിറച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നന്മയുടെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. തന്മൂലം മറ്റുള്ളവരെ നന്മയിലേക്ക് വഴി നടത്തുന്നവരായി ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ആമീൻ.